അപ്പോൾ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? ഇന്ന് തിരക്ക് വളരെ കുറവാണ്. തിരക്ക് സാധാരണ ഉണ്ടാവുന്നതിന് വെർച്വൽ ക്യൂവിലുള്ള ബുക്ക് ചെയ്ത ഭക്തന്മാർ എത്തുന്നുണ്ട്, പക്ഷേ തിരക്ക് വളരെ കുറവാണ്. പക്ഷേ ഇന്നലത്തെ കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കയറാനാണെങ്കിൽ 70,000 പേര് വെർച്വൽ ക്യൂ എന്നുള്ള കാര്യം വെക്കേണ്ടതില്ല, 20,000 സ്പോട്ട് ബുക്കിംഗ് എന്ന് വെക്കേണ്ടതില്ല. പരമാവധി ഏതാണ്ട് 1,07,000 പേർ വരെ കഴിഞ്ഞ ദിവസം 1-ാം തീയതി സന്നിധാനത്തേക്ക് കയറിയിരുന്നു. അതിനുശേഷവും സമാനമായ രീതിയിലുള്ള തിരക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള തിരക്കും മണിക്കൂറുകൾ നീണ്ട ക്യൂവും സന്നിധാനത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു രൂക്ഷമായിട്ടുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ വെർച്വൽ ക്യൂ വെച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ വെർച്വൽ ക്യൂ സംവിധാനത്തെ ഏർപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായ ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ശബരിമല എന്ന് പറയുന്ന പ്രദേശം ഒരു ചെറിയ പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ഉൾക്കൊള്ളാവുന്ന ഭക്തന്മാരുടെ എണ്ണത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാനം എല്ലാം താളം തെറ്റും. ആ സംവിധാനങ്ങൾ താളം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി 90,000 പേർ എന്നുള്ള നിരക്കിലേക്ക് എത്തിയത്. പക്ഷേ അത് 1,07,000 പരം ആൾക്കാരിലേക്ക് മെനഞ്ഞാന്ന് പോയി, ഇന്നലെയും പോയി. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ താഴെ തിരുവനന്തപുരത്ത് നടപ്പത്തിന് സമീപത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അത് ഷെഡ് ജീർണാവസ്ഥയിലായിരുന്നു. അവിടെ കുറേയേറെ ആൾക്കാർ, താൽക്കാലിക ജീവനക്കാരടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആ ഷെഡിൽ നിന്ന് മാറ്റി നേരെ ചന്ദ്രാന്തൻ റോഡ് വഴിയും ബേലിപ്പാലത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ബേലിപ്പാലത്തിലേക്ക് കയറുകയും നേരെ മാളികപ്പുറം വഴി താഴെ തിരുവനന്തപുരത്തേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെയാണ് വലിയ തിരക്കുണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. എന്തുതന്നെയായാലും ആ തിരക്കുണ്ടാകാതിരിക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിരുന്നു. അത് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ തിരക്കിന് കാരണം. പക്ഷേ 2-3 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എങ്കിൽ പോലും നിലവിൽ സ്ഥിതി ശാന്തമാണ്. നിലവിൽ വളരെ സുഗമമായി തന്നെയാണ് ഇപ്പോൾ ദർശനം മുന്നോട്ട് പോകുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.